പ്രവാസി പങ്കാളിത്തത്തോടെയുള്ള പുനരധിവാസ പദ്ധതികളിൽ ക്ഷേമ പെൻഷൻ 2016 മുതൽ 2025 വരെ 739 കോടി രൂപ അനുവദിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ NRI കമ്മീഷന്റെ പ്രവർത്തനം വളരെ ഫലപ്രദമായി നടക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റെസ്റ്റ് സ്റ്റോപ്പ് സ്ഥാപിക്കുന്നത് ഓഖിൽ എന്നതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാന്ത്വന പദ്ധതിയുടെ ഭാഗമായി 212 കോടി രൂപയുടെ ധനസഹായം ഇതേവരെ നൽകാനായിട്ടുണ്ട്. ND പ്രേം മുഖേന തിരികെ എത്തുന്ന പ്രവാസികൾ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങൾ, അതിനുള്ള സഹായം പുനരധിവാസ പദ്ധതി, അതിന് സബ്സിഡിയായി 106 കോടി രൂപ അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസി ഭദ്രത പലിശ മൂലധന സബ്സിഡി ഇനത്തിൽ 118 കോടി 98 ലക്ഷം രൂപ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസി ID കാർഡിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി നമ്മുടെ സംഘടനകളെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 7,53,310 പ്രവാസികൾക്കാണ് തിരിച്ചറിയൽ കാർഡ് നൽകാനായിട്ടുള്ളത്. ധാരാളം ആൾക്കാർ ഇതിന് പുറത്തു നിൽക്കുകയാണ്. അവരെയെല്ലാം ഇതിൻ്റെ ഭാഗമാക്കി മാറ്റാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ കാണേണ്ട ഒരു കാര്യം, 76 പേർക്ക് 1,99,88,000 രൂപയുടെ ക്ലെയിം അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി നല്ല രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. 47,749 പ്രവാസികൾക്കാണ് ഇൻഷുറൻസ് പോളിസി നൽകിയത്. ഇപ്പോൾ 17 ലക്ഷം രൂപ ഇൻഷുറൻസ് തുക ഇതിനകം 16 പേർക്ക് നൽകാനും കഴിഞ്ഞിട്ടുണ്ട്. നോർക്ക ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസികളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന ധനസഹായമാണ്. 2,91,10,10,000 രൂപയുടെ സ്കോളർഷിപ്പ് അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ടാണ് നാം കാര്യങ്ങൾ നീക്കാൻ ശ്രദ്ധിക്കുന്നത്. ഇതിനെല്ലാം ഇടയാക്കിയിട്ടുള്ളത് നാടും നാട്ടുകാരും നൽകുന്ന പിന്തുണയാണ്. നാം ലക്ഷ്യമിടുന്നത് ഒരു നവകേരളമാണ്. നവകേരളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വികസിത രാഷ്ട്രങ്ങളിൽ, മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവ നിലവാര തോതിലേക്ക് നമ്മുടെ നാടിൻ്റെ ജീവ നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. ഇതൊരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാക്കാനുള്ള കാര്യമാണ്. ഈ കാര്യത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നതാണ് ഇതേവരെയുള്ള ഈ ചൂടുകളെല്ലാം കാണിക്കുന്നത്. ഇതിന് എല്ലാവരും എല്ലാ രീതിയിലും സഹായവും പിന്തുണയും നൽകണമേ എന്നാണ് തുറന്നു അഭ്യർത്ഥിക്കാനുള്ളത്. നവകേരളം നമുക്ക് സൃഷ്ടിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹ